നമ്മുടെയൊക്കെ മനസ്സിൽ ആഴ്ന്നിറങ്ങുവാൻ അദ്ദേഹത്തിൻ്റെ പ്രബോധനം, അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമുക്ക് ഉപയോഗപ്രദമായല്ലോ. എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ, അവർ വളരെ സഹിഷ്ണുതയുള്ള ആളുകളാണ്. കാര്യങ്ങൾ പഠിക്കുവാൻ പക്വതയുള്ള ആളുകളാണ്. അവർ ചിലരൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് ന്യായമായിട്ടുള്ള ധാരാളം ചോദ്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുണ്ടാവും. തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ കൈവശം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിനുത്തരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ചോദ്യരൂപേണ എൻ്റെ കരങ്ങൾ കിട്ടി. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ പ്രബന്ധം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ പല ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നും സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയും അവരുടെ മനസ്സുകൾ അത് ആഴ്ന്നു കിടക്കുകയും അതിനുത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. അവയ്ക്ക് തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സത്യത്തിൻ്റെ ആത്മാവിൽ ഉത്തരം പറയുക എന്നുള്ള വലിയ ദൗത്യം നമ്മിൽ നിക്ഷിപ്തമാണ്. നമുക്കറിയാവുന്നതുപോലെ യേശു ക്രിസ്തുവാണ് ലോക ചരിത്രത്തിൻ്റെ മധ്യസ്ഥൻ. അത് എല്ലാ ആളുകളും അംഗീകരിക്കുന്നതാണ്. യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കൊരു ചരിത്രം ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൽ ചരിത്രത്തിൻ്റെ പൂർത്തീകരണം തുടങ്ങുകയും അത് തുടരുകയുമാണ്. യേശു ക്രിസ്തുവിലാണ് ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനവും സുവിശേഷവും മാത്രമല്ല ചരിത്രത്തിൻ്റെ പങ്ക്തിയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, മറിച്ച് യേശുവിൻ്റെ തിരുപ്പിറവി, യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, കൂടാതെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, മരണം, പുനരുത്ഥാനം, അവയ്ക്ക് ശേഷമാണ് ലോകത്തിന് ചരിത്രം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിനെ തിരസ്കരിക്കുന്ന ആരായിരുന്നാലും അവർ 2 വട്ടം അതിനെ തിരസ്കരിക്കുവാനായിട്ട് ആലോചിക്കുന്നത് നന്നായിരിക്കുമല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം നമുക്ക് വ്യക്തത തരുന്നത് അല്ലെങ്കിൽ വ്യക്തത നൽകുന്നത് അതൊരു മാനവികതയുടെ പൂർത്തീകരണം കൂടിയാണ്. ലോകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനവികത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സംജാതമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് ലോകത്തിനെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എല്ലാ തലങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കാണുവാൻ സാധിക്കും. ഞാൻ മദർ തെരേസയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഫാദർ ഡാമിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ലോകം മുഴുവനും ആദരിക്കുന്ന, അംഗീകരിക്കുന്ന വസ്തുതകൾ നമ്മുടെ മുമ്പിൽ അന്നും ഇന്നും ഒരുപോലെ സത്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? പീലാത്തോസും ചോദിച്ചു, സത്യം എന്താണ്? യേശു ക്രിസ്തു അതിന് മറുപടി വ്യക്തമായിട്ട്, അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. മാത്രമല്ല കർത്താവ് പറഞ്ഞു, സത്യതാൽപരരായവരൊക്കെയും എൻ്റെ വാക്ക് കേൾക്കുന്നു. യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുവരെ നമ്മൾ സത്യത്തിലല്ല, ഇരുട്ടിലാണ്. അതുകൊണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാൻ ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ക്രിസ്തു നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ വൈമുഖ്യം കാണിക്കുന്നുവെങ്കിൽ അത് ഇരുട്ടിൻ്റെ അധിപതിയോടുള്ള നമ്മുടെ വിധേയത്വം പ്രകടിപ്പിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്കൊരു വിമോചനം ഈ പ്രബന്ധാവതരണത്തിലൂടെ ലഭ്യമാകുവാൻ ഇടയാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിൽ നന്മയും തിന്മയും എന്ന് പറയുന്ന 2 ഘടകങ്ങളുണ്ട്. തിന്മ എപ്പോഴും നന്മയെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. തിന്മയുടെ ഉറവിടം എവിടെയാണെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ വിശുദ്ധ ഖുറാനിൽ, ഞാൻ വിശുദ്ധ ഖുറാനെ ആദരിക്കാറുണ്ട്. അതിലെ പല കാര്യങ്ങളും, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തുനോക്കുവാനായിട്ട് പഠിക്കാറുണ്ട്. എന്നാൽ എം എം അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ പല സന്ദർഭത്തിലും വിസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ ക്രൈസ്തവർക്കെതിരെ ഉന്നയിക്കുന്ന, അദ്ദേഹം ക്രൈസ്തവർക്കെതിരെ ആഞ്ഞടിക്കുന്നതായ പല വാക്കുകൾ, പ്രത്യേകിച്ച് ഈസായുടെ സുവിശേഷം, അത് നേരത്തെ ബ്രദർ ജെറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ സുവിശേഷം അതിന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെയുമല്ല, എടക്കരയിൽ നടന്ന സംവാദത്തിൻ്റെ ചോദ്യോത്തര വേളയിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഇന്ന് ക്രൈസ്തവർ അനുധാവനം ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ മാർഗമല്ല, പൗലോസിൻ്റെ മാർഗമാണ്. പൗലോസാണ് ക്രിസ്തീയ മതത്തിൻ്റെ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ഞങ്ങളൊരു മതവിശ്വാസികളല്ല എന്ന് ആദ്യമേ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങളുടെ മാർഗം മതത്തിൻ്റെ മാർഗമല്ല. മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായമെന്നേ ഉള്ളൂ. അതാരെങ്കിലും അഭിപ്രായം പറഞ്ഞ് ശരിയാകാം, തെറ്റാകാം, ചിലപ്പോൾ അത് തള്ളിക്കളയേണ്ടതായിരിക്കാം. അപ്പോൾ മതത്തിൻ്റെ വിശ്വാസികളല്ല ഞങ്ങൾ, മറിച്ച് ഞങ്ങൾ ജീവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നിത്യതയെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച് ഉറപ്പ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു പറ്റം ആളുകളാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ പൗലോസിൻ്റെ അനുയായികളാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. ഒരു ചെറിയ ഉദാഹരണം വിശുദ്ധ ഖുറാനിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഖുറാനിലെ ആലും ഇമ്രാൻ, അതായത് സൂറ 3, അതിൻ്റെ 54-55 ആയത്തുകൾ ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. മലയാളത്തിൽ
നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ തന്നെ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ബഹുമാന്യരായിട്ടുള്ള എൻ്റെ മുസ്ലിം സുന്നി പണ്ഡിതന്മാർ, ദാരിമി പോലുള്ള പണ്ഡിതന്മാർ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കാറില്ല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ പറയട്ടെ, ആരെങ്കിലും മുസ്ലിം സഹോദരന്മാർക്ക് എം അക്ബറിൻ്റെ അനുയായികളല്ലാതെ മറ്റാർക്കെങ്കിലും ഈ കാര്യത്തിൽ ഞങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും കൊള്ളേണ്ട ആവശ്യമില്ല. ഇത് ശ്രീ എം അക്ബറിനുള്ള മറുപടിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹമാണ് കേരളത്തിൽ ഉടനീളം ഈ പരിപാടി ആരംഭിച്ചത്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ പറയുണ്ടായി, ശ്രീ എം അക്ബറിനെ ഞങ്ങളൊരു മുസ്ലിമായിട്ട് കാണുന്നില്ല. കാരണം വേദക്കാരായിരിക്കുന്ന നിങ്ങളെ, പ്രത്യേകിച്ച് പുരോഹിതന്മാരായിരിക്കുന്ന നിങ്ങളെ മാനിക്കണമെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഖുറാനിൽ പറയുമ്പോൾ, വേദത്തിൽ ഹദീസുകൾ പറയുമ്പോൾ നിങ്ങളെ വിളിച്ച് അവഹേളിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഞങ്ങൾക്ക് ഒട്ടുമേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ മറ്റുള്ളവരെ പോലെ ഒറ്റപ്പെടുത്തുന്നില്ലെങ്കിലും അദ്ദേഹം കൂടി ദിവ്യ സ്നേഹത്തിലേക്ക് ആനയിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തിന് ചെവിയുണ്ടെങ്കിൽ കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. സൂറ 3:54-55 ആയത്തുകൾ ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ ഇസ്രായേൽ വംശം മശീഹിനെതിരായി ഗൂഢതന്ത്രങ്ങളിൽ ഏർപ്പെട്ടു. അല്ലാഹു അവൻ്റേതായ ഗൂഢതന്ത്രങ്ങളും ഒരുക്കി. തന്ത്രശാലികളിൽ ഏറ്റവും മികച്ചവൻ അല്ലാഹു അത്രേ. അല്ലാഹു ഈ വിധം പ്രഖ്യാപിച്ചതോർക്കുക: ഇത് അല്ലാഹുവിൻ്റെ രഹസ്യതന്ത്രം തന്നെയായിരുന്നു. ഈസ, ഇപ്പോൾ ഞാൻ നിന്നെ മടക്കി വിളിക്കുന്നതും എന്നിലേക്ക് ഉയർത്തുന്നതുമാകുന്നു. നിന്നെ നിഷേധിക്കുന്നവരെക്കാൾ നിന്നെ പിന്തുടരുന്നവരെ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. ഈസായോട് അള്ളാഹു പറയുകയാണ്, റസൂൽ മുഖാന്തരം പറഞ്ഞു കൊടുക്കുകയാണ്, ഈസായെ, നിന്നെ അനുഗമിക്കുന്ന ആളുകളെ നിന്നെ അവഗണിക്കുന്ന ആളുകളെക്കാളും ഞാൻ ഉന്നതന്മാരാക്കുകയാണ്. വീണ്ടും സൂറ 61:14 സൂറ അസഫ് അല്ലെങ്കിൽ അണി എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ അധ്യായത്തിൻ്റെ 14-ാം ആയത്തിൽ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളായിരിക്കുക. മറിയമിൻ്റെ മകൻ ഈസ ഹവാരികളോട്, അല്ലാഹുവിലേക്കുള്ള മാർഗത്തിൽ എൻ്റെ സഹായികളായി ആരുണ്ട് എന്ന് ചോദിച്ചതുപോലെ ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിൻ്റെ സഹായികളാകുന്നു. അപ്പോൾ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു വിഭാഗം വിശ്വാസികളെയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ശത്രുവിനെതിരെ നാം പിൻബലം നൽകുകയും അങ്ങനെ അവർ മികവുറ്റവരായി തീരുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലിൽ കൂടെ ലഭിച്ചതായ വഹയിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചതായ ഉദ്ധരണികളാണ്, വഹയാണ്. ഈ ആയത്തുകളിൽ മശിഹ ഈസയുടെ പിൻഗാമികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെയും ഉന്നതമായ പദവികളെയും ലഭിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തഫ്സീറുകളൊന്ന് പഠിക്കണം. അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മളൊന്ന് വായിക്കുമ്പോഴാണ് അതിൻ്റെ വ്യക്തത മനസ്സിലാകുന്നത്. സൂറ ആലും ഇമ്രാൻ 55-ാം ആയത്തിൽ, നിങ്ങളിൽ വിശ്വസിച്ചവരെ ഞാൻ ഉന്നതന്മാരാക്കുകയും മികവുറ്റവരാക്കുകയും ചെയ്തു. ആരൊക്കെയായിരുന്നു ഈ വിശ്വസിച്ചവർ? ഈസാ മശിഹ ചോദിക്കുന്നത് തന്നെ ഹവാരികളോടാണ്. ഹവാരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രസ്താവനകൾ നടത്തുന്ന അപ്പോസ്തലന്മാരാണ്. ഞാൻ ഉദ്ധരിക്കുന്ന ഉദ്ധരണികൾ തഫീമൽ ഖുറാനിൽ നിന്നാണ്. തഫീമൽ ഖുറാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇടാൻ സൗകര്യപ്രദമായതുകൊണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന, ഞാൻ ആദരിക്കുന്നതായ ഇസ്ലാം വിഭാഗത്തിലെ ജമാഅത്തെ ഇസ്ലാമികളുടെ ഒരു പരിഭാഷയാണ്. അതിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതിൻ്റെ തഫ്സീറിലേക്ക് നോക്കുമ്പോൾ അൽ ഖുർത്തുബി ഈ 61-ാം സൂറയുടെ 14-ാം ആയത്തിനെക്കുറിച്ച് പറയുന്നത്, ഈ വാക്യങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരെ കുറിച്ചായിരുന്നു. ഇബ്നു ഇഷാക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈസ അല്ലെങ്കിൽ യേശു പത്രോസിനെയും പൗലോസിനെയും, ശ്രദ്ധിക്കണം, ഈസ പത്രോസിനെയും പൗലോസിനെയും റോമിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ അയച്ചു. ആരാ അയച്ചത്? ഈസ. ആരൊക്കെയാണ്? പൗലോസിനെയും പത്രോസിനെയും. അപ്പോൾ പൗലോസിന്റെ സുവിശേഷം എന്തായിരുന്നു എന്നുള്ളത് ആ ഒറ്റ തഫ്സീർ എടുത്താൽ മതിയല്ലോ. പൗലോസ് അന്യതാ സുവിശേഷം ഒന്നും പറഞ്ഞില്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാതാക്കൾ അംഗീകരിക്കുന്നു, ആദ്യകാല പണ്ഡിതന്മാർ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ യുഗത്തിൽ ജീവിച്ചിരിക്കുന്നതായ ശ്രീ എം അക്ബർ, അദ്ദേഹം പൗലോസിൻ്റെ സുവിശേഷമാണ് ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട്, ഇഞ്ചീൽ എന്ന് പറഞ്ഞുകൊണ്ട്
പൗലോസിൻ്റെ അനുയായികളാണ് ക്രൈസ്തവരെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹത്തോട് ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ മിശിഹായുടെ ക്രൂശീകരണം, അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മശീശ വാസ്തവമായിട്ട് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ലോക ചരിത്രത്തിലുണ്ടോ? അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ? അതിനെതിരെ കൊണ്ടുവരുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ അടുക്കൽ ചോദ്യങ്ങൾ എത്തി. ആ ചോദ്യങ്ങളിൽ നോട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. അതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളല്ല ആദ്യം ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ മുമ്പേ ഇത് അക്ബർ സാഹിബ് ചോദിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അദ്ദേഹത്തിന് എവിടുന്ന ഈ ചോദ്യങ്ങൾ കിട്ടിയത്? അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് ഖാദിയാനികളിൽ നിന്നാണ്. അത് മുജാഹിദുകാർ അറിഞ്ഞാൽ നന്നായിരിക്കും. 2 യഹോവ സാക്ഷികളിൽ നിന്നാണ്. ഈ യഹോവ സാക്ഷികളുടെ വെബ്സൈറ്റും ഖാദിയാനികളുടെ വെബ്സൈറ്റും പുസ്തകങ്ങളും മാത്രം വായിക്കുന്നതായ അക്ബർ സാഹിബിന് അവരുടേതായിട്ടുള്ള ഉദ്ധരണികളെ എടുത്ത് സ്വന്തമാക്കിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് നടക്കുകയും ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യാം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ 4 തലങ്ങളിൽ നിന്ന് ഞാൻ പറയുമ്പോൾ 4 ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും പറയുക. ശ്രദ്ധിക്കണമേ, 4 ആയത്തുകൾ ഖുറാനിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൻ്റെ 4 തലങ്ങളിൽ നിന്ന് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ ഒന്നാമതായിട്ട് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് സൂറ അന്നിസ എന്ന് പറഞ്ഞാൽ 4-ാമത്തെ അധ്യായം. ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ പറയുകയുണ്ടായി, ഇത് ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടും കൂടെ നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ വിശുദ്ധ ബൈബിൾ മാത്രം വായിച്ചാൽ പോരാ, ഖുറാനും കൂടെ വായിക്കണം, പരിശുദ്ധ ഖുറാനും കൂടെ വായിക്കണം. അത് മലയാളത്തിലൊക്കെ കിട്ടും. വായിച്ചിട്ട് നിങ്ങൾ ബഹുമാനമുള്ള ജെറി പറഞ്ഞതുപോലെ ഒരു താരതമ്യ പഠനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഇതിനെ വിമർശിക്കാനും എതിർക്കാനും വരുന്ന സഹോദരങ്ങളോടും ഞങ്ങൾ ദൈവസ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളും ഒരു ബൈബിൾ വാങ്ങി അത് പഠിക്കാനുള്ള ആഗ്രഹത്തോടെ വായിക്കുക. വിമർശനാത്മകമായിട്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും വിമർശിക്കാനേ നമുക്ക് നേരം കാണുകയുള്ളൂ. എന്നാൽ നമുക്ക് പഠിക്കണം, അത് ശരിയോ തെറ്റോ എന്ന് അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. സ്നേഹസംവാദം എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. MM അക്ബർ സാഹിബാണ് എൻ്റെ ചീഫ് എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ അതിനകത്തൊരു ബൈബിൾ സ്റ്റഡി നടത്താറുണ്ട്. ആ ബൈബിൾ സ്റ്റഡി നടത്തുന്നത് മുഹമ്മദ് അലി മാസ്റ്ററാണ്. എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ നിഷേധിക്കുകയും ബൈബിളിൻ്റെ നിസ്തുല്യതയെ ചോദ്യം ചെയ്യുന്ന ആൾ വേദപുസ്തകത്തെ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ ഒരു മനോഭാവത്തോടെ ആയിരിക്കരുത്. നമുക്ക് പഠിക്കണമെന്നുള്ള താല്പര്യത്തോടെ അന്യോന്യം പ്രതിപക്ഷ മര്യാദയോടുകൂടെ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണല്ലോ. ഞാൻ ഇനിയും അന്നിസ 157 മുതൽ താഴോട്ട് വായിക്കുകയാണ്. അതിനകത്ത് ചില ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുക, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അല്ലാഹുവിൻ്റെ ദൂതനായ മറിയം എൻ്റെ മകൻ മെസ്സിഹ് ഈശായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അവരദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. നിശ്ചയമായും ഈശോയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെ സംബന്ധിച്ച് വളരെ സംശയാലുക്കളാകുന്നു. ഒന്നുകൂടെ വായിക്കണം അല്ലേ? ഓക്കെ, പതുക്കെ വായിക്കണം അല്ലേ? ഓക്കെ, ഖുറാനിൽ നിന്ന് തന്നെയാകാം. അന്നിസ 157, 158. എൻ്റെ മുസ്ലിം സഹോദരന്മാർക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറ്റി പറയുന്നത് ആരായിരുന്നു എന്നുള്ളത് ഒരു ഉദാഹരണം പറയാം. എടക്കര വെച്ച് ഇവിടെ നടത്ത MM അക്ബർ സാഹിബിൻ്റെ ഹൈന്ദവകത, ക്രൈസ്തവകത, ഇസ്ലാം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തി, സ്നേഹസംവാദം. അതിൻ്റെ നോട്ടീസ് അദ്ദേഹം പ്രത്യേകമായിട്ട് അവരുടെ ആളുകളുടെ കൈവശം എൻ്റെ അടുക്കൽ കൊടുത്തു വിട്ടു. ഞാനത് വായിച്ചു. അതിനകത്ത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം കോട്ട് ചെയ്തിരിക്കുക. എങ്ങനെയാണെന്നറിയണ്ടേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് വിശുദ്ധ ബൈബിള് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം വാക്യം അതുകൊണ്ട് തീരുന്നില്ല. വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ്റെ മടിയിലിരിക്കുന്നവനായ യേശു ക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു പിതാവിനെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ആ ഭാഗം അങ്ങ് വിഴുങ്ങിയതുകൊണ്ട് എൻ്റെ മുസ്ലിം സഹോദരന്മാരുടെ
ചിന്തയും നമ്മളും അതുപോലെ വല്ലതുമൊക്കെ കട്ട് ചെയ്യുമോ എന്നാണ്. ഒന്നുമില്ല. ഇത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 157, 158. അല്ലാഹുവിൻ്റെ ദൂതനായ മറിയമിൻ്റെ മകൻ മശീഹ് ഈശായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതെയാവുകയാണ് ഉണ്ടായത്. നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ഈശോയുടെ ബ്രാക്കറ്റിൽ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു. ഊഹാഭോഗത്തെ പിന്തുടരുന്നല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. ഇനി 158 ആയത്ത്. അദ്ദേഹത്തെ അല്ലാഹു അവനിലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത്. അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അടുത്ത 159. വേദക്കാരിൽ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രാക്കറ്റിൽ ഈശോയുടെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടായില്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലാകട്ടെ അദ്ദേഹം അവർക്കെതിരിൽ സാക്ഷികളാകുകയും ചെയ്യും. ബോധ്യമല്ല? വരുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറയല്ലേ, വിഷമിക്കാതെ, ഈ തോക്കിക്കേടി വെടിവെക്കാതെ. നമ്മൾ ഇവിടെ നിൽക്കുന്നതിനൊക്കെ മറുപടി പറയാതല്ലേ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വരാനുള്ള ഇത് വായിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. അടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. അടി തുടങ്ങിയിട്ടില്ലല്ലോ, വരുന്നേ ഉള്ളൂ. അപ്പം ഈ വാക്യങ്ങൾ, ആയത്തുകളിൽ ഈ 2 ആയത്തുകളെ പരിശോധിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകത്തിലെ ഈ കാര്യങ്ങളെ പറ്റിയുള്ള വീക്ഷണങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് തന്ന ചോദ്യകർത്താവിൽ ആ ചോദ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ ചില ചോദ്യങ്ങൾക്ക് മറുപടിയാണ് വരുന്നത്. ശ്രദ്ധിച്ചോണം. ഒന്നാമത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരക്കാരൻ സിദ്ധാന്തം. ഇസ്ലാം ലോകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിന് പകരമായി മറ്റൊരാളെ ക്രൂശിച്ചു എന്നുള്ള ഒരു സിദ്ധാന്തം. ആരോ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരാണിത് ഈ ക്രൂശിക്കപ്പെട്ടത്? കാരണം ഈശായെ ക്രൂശിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് ക്രൂശിച്ചതെന്നുള്ള ചോദ്യം ക്രൈസ്തവ ലോകം ചോദിക്കുമ്പോൾ അവരതിന് മറുപടി പറയുന്നത് പകരക്കാരൻ സിദ്ധാന്തം. അതെന്താണ്? ആ സിദ്ധാന്തത്തിൽ ഇബ്നു കതീർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇബ്നു കതീർ ഇങ്ങനെയാണ് പറയുന്നത്. ഇബ്നു കതീറിൻ്റെ തഫ്സീറിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട്, ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഈശോ ചോദിക്കുന്നു, നിങ്ങളിൽ ആരുണ്ട് എൻ്റെ സ്വരൂപം സ്വീകരിക്കുവാനായിട്ട്, എനിക്ക് പകരമായി എൻ്റെ രൂപം സ്വീകരിച്ച് ക്രൂശിക്കപ്പെടുവാനായിട്ട് ആരുണ്ട്? അങ്ങനെ ഒരാൾ മുന്നോട്ട് വന്നാൽ നിന്നെ ആ വ്യക്തിയെ ഞാൻ പറുദീസയിൽ ഇരുത്തുന്നതായിരിക്കും. അപ്പോൾ അവരുടെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ യുവാവ് എഴുന്നേറ്റു. ഈസ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. വീണ്ടും ചോദിച്ചു, ആരുണ്ട്? ഹവാരികളോടാണ് ചോദിക്കുന്നത്, ആരുണ്ട് എനിക്ക് പകരമായിട്ട് ക്രൂശിക്കപ്പെടുവാൻ, എൻ്റെ സ്വരൂപം എടുക്കുവാൻ? അപ്പോൾ വീണ്ടും ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. എന്നാൽ മൂന്നാമതും ഈസ ഇതേ കാര്യം ചോദിക്കുകയും ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈസ തൻ്റെ രൂപത്തെ ആ വ്യക്തിക്ക് കൊടുക്കുകയും യഹൂദികൾ പിടിക്കാൻ വന്നപ്പോൾ ഇത് ഈസ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈസ ആ വീടിൻ്റെ മേൽക്കൂരയിൽ കൂടെ മുകളിലേക്ക് പോവുകയും ചെയ്തു എന്ന് ഇബ്നു കതീർ പറഞ്ഞിരിക്കുകയാണ്. ഇനി അതേ കാര്യം തന്നെ, അതേ ഇതിൽ തന്നെ വീണ്ടും ചില കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ഈസായെ യഹൂദികൾ കൊന്നു എന്നുള്ള പ്രചരണം വന്നു. അപ്പോൾ ക്രൈസ്തവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. എങ്ങനത്തെ ഭിന്നതയുണ്ടായത്? അതിൽ ഒരു കൂട്ടര് അൽ യാക്കൂബിയ എന്ന് പറഞ്ഞ യാക്കോബക്കാർ പറഞ്ഞു, ദൈവത്തിന് നമ്മുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടമുള്ളിടത്തോളം കാലം നമ്മുടെ ഇടയിൽ ജീവിച്ചു, അത് കഴിഞ്ഞപ്പോൾ ദൈവം അങ്ങ് മടങ്ങിപ്പോയി. അപ്പോൾ വേറൊരു ഗ്രൂപ്പ്, അതാണ് അൽ നെസ്റ്റോറിയ എന്ന് പറഞ്ഞാൽ നെസ്റ്റോറിയന്മാർ പറഞ്ഞു, ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു, നമ്മുടെ ഇടയിൽ ആ ദൈവപുത്രൻ ജീവിച്ചു, തനിക്കിഷ്ടമുള്ള സമയത്ത് ആ ദൈവപുത്രൻ എടുക്കപ്പെട്ടു. മൂന്നാമത്തെ കൂട്ടരാണ് അൽ മുസ്ലിം. അവർ പറഞ്ഞു, അള്ളാഹു തൻ്റെ ദൂതനെ നമ്മുടെ ഇടയിലേക്ക് അയക്കുകയും തൻ്റെ ദാസൻ നമ്മുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്തു. അതിനുശേഷം അള്ളാഹു അദ്ദേഹത്തെ തങ്കിലേക്ക് ഉയർത്തി. അപ്പോൾ ഈ അൽ യാക്കൂബക്കാരും അൽ നെസ്റ്റോറിയയും കൂടെ ചേർന്ന് ഈ അൽ മുസ്ലിങ്ങളെ അങ്ങ് കൊന്നൊടുക്കി. അത് ഈ പ്രചരണം ഇങ്ങനെ നടക്കുമ്പോഴാണ്, ആ തെറ്റിദ്ധാരണ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങി വരുന്നത്. ആ അള്ളാഹുവിൻ്റെ റസൂൽ വരുന്നിടം വരെയും ഈ കാര്യത്തെക്കുറിച്ച്
അൽ യാക്കൂബിയക്കാരുടെ ഇടയിലും അൽ നെസ്റ്റോറിയൻസിൻ്റെ ഇടയിലും വളരെ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അതിനെ മാറ്റുകയും ചെയ്തു എന്നാണ് അവരുടെ ഒരു വാദം. ഇനിയും ഖുർആന്റെ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള തഫ്സീർ അൽ ജലയാം, അദ്ദേഹം തഫ്സീറുകളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 ശിഷ്യന്മാർ, ജലാലന്മാരായ 2 ശിഷ്യന്മാരാണ് അതിനെ ക്രോഡീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തത്. ഇന്നത്തെ സുന്നി പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ അതാണ് അംഗീകരിക്കുകയും അതിലെ വ്യാഖ്യാനങ്ങളാണ് അവർ പ്രസംഗിക്കാറുള്ളത്. അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരിൽ ആരോ ഒരാൾക്ക് തൻ്റെ സാദൃശ്യം നൽകിയിട്ട് ആ വ്യക്തിയെ യഹൂദികൾ അറിയാതെ ക്രൂശിക്കുകയും ഈസ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. എന്നാൽ തഫ്സീർ ഇബ്നു അബ്ബാസും ഏതാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാദത്തിൽ ഈ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ ഒരു കാര്യം കൂടെ പറയുന്നു. അല്ലാഹു തദ്യാനോസ് എന്ന് പറയുന്നതായ ഒരു യഹൂദനെയാണ് ഈശായ്ക്ക് പകരം ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. അതാണ് ഒരു വാദം അവരുടേത്. ഇനി അടുത്ത, നേരത്തെ ഉദ്ധരിച്ചപ്പോൾ ആ പേര് ഉദ്ധരിച്ച് കേട്ടപ്പോൾ തന്നെ എൻ്റെ സ്നേഹിതന്മാർക്ക് ചിലർക്കൊക്കെ ഭയമുണ്ടായി. അതുകൊണ്ട് ഞാൻ ആ പേര് ഉദ്ധരിക്കുന്നില്ല. അവർക്ക് അതിനെ വളരെ പേടിയുള്ള ഒരാളുടെ പേരാണത്, ഞാൻ പറയുന്നില്ല. എന്നാൽ ഈ വേറൊരു തഫ്സീറിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കാണുന്നത്, ഈസ 19 സ്ലീഹന്മാരുടെ അടുക്കൽ, ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ആരുണ്ട് എനിക്ക് പകരമായി മരിക്കാൻ? അതിലൊരുവൻ സ്വയമേ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഈ തിയറിനെ, അല്ലെങ്കിൽ ഈ പകരക്കാരൻ സിദ്ധാന്തത്തെ ഇന്നത്തെ ആധുനിക പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് അയൂബ് എന്ന് പറയുന്നതായ ഇസ്ലാം പണ്ഡിതൻ തൻ്റെ ടുവേഴ്സ് ആൻ ഇസ്ലാമിക് ക്രിസ്റ്റോളജി 2 എന്നുള്ള പുസ്തകത്തിൽ നഖശികാന്തം തള്ളിക്കളഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളും അതിനെ തള്ളിക്കളയാം. അദ്ദേഹം അതിന് പറയുന്ന കാരണങ്ങൾ: 1, യൂദാസ് ഇസ്കര്യോത്തെയാണ് യേശുവിന് പകരം ക്രൂശിച്ചത് എന്ന് മുസ്ലിങ്ങൾ ചിലർ വിശ്വസിക്കുന്നു. അത് യോജ്യമായിട്ടുള്ളതല്ല. 2, യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനെയാണ് എന്ന് പറയുന്നു. അതും അംഗീകരിക്കാവുന്നതല്ല. വേറെ ചില മുസ്ലിം നേതാക്കളുടെ വാദം റോമൻ പടയാളിയായിരുന്ന തദാവൂസിനെ ആയിരുന്നു എന്ന്. അപ്പോൾ ഇതിൽ തന്നെ അവർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട്. ആരെയാണ് പകരക്കാരനായിട്ട് ക്രൂശിച്ചതെന്ന് അവർക്ക് തന്നെ, പണ്ഡിതന്മാർക്ക് തന്നെ അഭിപ്രായ സമന്വയം ഇല്ലാത്തതുകൊണ്ട് ഈ ഡോക്ടർ മുഹമ്മദ് അയ്യൂബിനോടൊപ്പം നമ്മളും ആ സിദ്ധാന്തത്തെ ചവിട്ടി വെളിയിലേക്ക് കളയുക. ഇനി അടുത്തത്, രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് സൂൻ തിയറി. ഇപ്പം എൻ്റെ സുഹൃത്തിന് കുറച്ചൊക്കെ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. സൂൺ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹാലക്ഷ്യ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ശരിക്കും അഹമ്മദിയരാണ്, മിർസാ ഗുലാം അഹമ്മദിൻ്റെ അനുയായികളാണ്. പക്ഷേ അഹമ്മദ് ഡിഡാറ്റ് ഇതിനെ പൊക്കിയെടുത്തുകൊണ്ട് നടന്നു. ഇപ്പോൾ നമ്മുടെ അക്ബറിക്കായും ഈ സിദ്ധാന്തവുമായിട്ടൊക്കെ യോജിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എവിടെ നിന്ന് വന്നു എന്നുള്ള ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസായെ ക്രൂശിച്ചു. ക്രൂശിൽ കിടന്ന സമയത്ത് ഈസ മയങ്ങി മോഹാലിസപ്പെട്ടു. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പടയാളികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു വന്നപ്പം മൂപ്പർ അവിടുന്ന് എഴുന്നേറ്റങ്ങ് പോയി എന്നുള്ള സിദ്ധാന്തമാണ് ആ മോഹാലക്ഷ്യ സിദ്ധാന്തം. അതും ശരിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂന്നാമത്തെ സിദ്ധാന്തമായിട്ട് വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുകഥയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നതേ ഇല്ല. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് കെട്ടിച്ചമച്ചതായ കഥയാണ് ഇത് എന്ന് വാദിക്കാൻ തുടങ്ങി. അതും തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ നാലാമത്തെ സിദ്ധാന്തം സ്വാഭാവിക മരണ സിദ്ധാന്തമായിട്ട്, യേശു ക്രിസ്തു സ്വാഭാവികമായിട്ടുള്ളൊരു മരണം സ്വീകരിക്കുകയായിരുന്നു എന്ന് അണ്ടർസ്റ്റാൻഡിങ് islam.com മോയിസ് അംജാദ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അഞ്ചാമത്തെ തിയറിയാണ് ഏറ്റവും രസം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാദിയാനികളുടെ കഴമ്പില്ലാത്ത കുഴമ്പുവാദം. ആ ഖാദിയാനികളുടെ കഴമ്പില്ലാത്ത കുഴമ്പുവാദം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: യേശുവിനെ ക്രൂശിച്ചു, അവിടുന്ന് എടുത്തുകൊണ്ടുപോയി സുഗന്ധദ്രവ്യങ്ങളെല്ലാം പുരട്ടി യേശുവിനെ അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ആ സുഗന്ധദ്രവ്യങ്ങളുടെ എല്ലാം കൂടെ, ആ പശയുടെ എല്ലാം കൂടെ സുഗന്ധം യേശു ഇങ്ങനെ ശ്വസിച്ചു. രോഗസൗഖ്യം കിട്ടി. ഈസ അവിടുന്ന് എഴുന്നേറ്റ് നേരെ വിട്ടു. എങ്ങോട്ടാണെന്നറിയണ്ടേ? ഇന്ത്യയിൽ കാശ്മീരിൽ. അവിടെ വന്നിട്ട്
താമസിച്ചു. അപ്പോൾ മൂപ്പർക്കൊരു പൂതി, ഒരു പെണ്ണ് കിട്ടിയാൽ എന്താ? അങ്ങനെ മൂപ്പര് പെണ്ണ് കെട്ടി, കുട്ടികളൊക്കെ ഉണ്ടായി, അവിടെ വെച്ച് മരിച്ചു എന്നുള്ളതായ കഴമ്പില്ലാത്ത കുഴമ്പുവാദം. അപ്പോൾ ഈ 5 വാദത്തിൽ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഈ 5 വാദങ്ങളും എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്രൂശീകരണത്തെക്കുറിച്ച്, യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് അവരുടെ ഇടയിൽ തന്നെ ഈ ചിന്താക്കുഴപ്പമുണ്ടായത്, സങ്കീർണതകളുണ്ടായത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ഖുറാനിൽ ആധികാരികമായിട്ട്, ശ്രദ്ധിക്കണമേ, വിമർശകരും ശ്രദ്ധിക്കണം, അല്ലാത്തവരും ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുറാനിൽ ആധികാരികമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നേരത്തെ ഞാൻ വായിച്ച് കേൾപ്പിച്ചാണ് ആധികാരികത. അപ്പോൾ അതിനകത്ത് എത്രത്തോളം ആധികാരികത ഉണ്ടെന്ന് നോക്കണം. അതിനെ തപ്പി വരണമെങ്കിൽ തഫ്സീറുകൾ നോക്കണം, അതിൻ്റെ വ്യാഖ്യാനം നോക്കാൻ. അല്ലാതൊന്നും തന്നെ റസൂൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൻ്റെ പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തൻ്റെ അനുയായികളോട് ഖുർആൻ എഴുതി വെക്കാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഹദീസുകൾ എഴുതാൻ പറഞ്ഞിട്ടില്ല. അബൂബക്കർ സാഹിബും അത് തന്നെ പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് നിർബന്ധപൂർവ്വം അത് ചെയ്യേണ്ടി വന്നു. ആകട്ടെ, അങ്ങനെയുള്ള അതിൽ തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു തെളിവുകൾ എടുക്കത്തക്കവണ്ണം അതിനകത്ത് വ്യക്തതയില്ല. രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മരണത്തിന് ശേഷം, നിര്യാണത്തിന് ശേഷം, അദ്ദേഹം സുഖമില്ലാതെ ഒരുപാട് നാളുകൾ കടന്നതിന് ശേഷമാണ് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഈ ഹദീസുകൾ എഴുതിയത് 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. ഈ 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ടതായ ഹദീസുകളിലും ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തഫ്സീറുകളിലൊക്കെ നമ്മൾ ആശ്രയിക്കുകയും അവരുടെ ഇടയിൽ തന്നെ ചിന്താക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ നമുക്ക് ലോകചരിത്രത്തിലേക്കൊന്ന് നോക്കാം. ലോകചരിത്രത്തിൻ്റെ ഇതളുകളെ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നുള്ളത് ഒരു സത്യമായിരുന്നു എന്നുള്ളത് ക്രൂശീകരണം നടന്ന ഉടനെ തന്നെ ലോകത്തോടായിട്ട് ഈസായെ ക്രൂശിച്ചതായ ആളുകളോട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സധൈര്യം യേശുവിൻ്റെ ഹവാരികളിൽ ഒരുവനായിരുന്ന ശീമോൻ പറയുകയാണ്. അതെന്താണ് പറഞ്ഞത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ഇഞ്ചീലിൽ അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ 4-ാം അധ്യായത്തിൽ, അത് 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതലുള്ള ഭാഗത്ത് ആ ഹവാരി പ്രസ്താവിക്കുകയാണ്. എന്താണ്? ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും, ശ്രദ്ധിക്കണം, സ്ഥിരനിർണയത്താലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ നിർണയിച്ചതാണ്, ഒരിക്കൽ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് മാറ്റം വരുത്താനൊന്നും അള്ളാഹുവിന് ഇഷ്ടം തോന്നിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ആ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും എന്ന് പറഞ്ഞാൽ ഈസ മരിക്കാൻ വരുമെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആ മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെ കയ്യിലാണ്? അധർമ്മികളുടെ കയ്യിൽ. അതാരായിരുന്നു എന്നുള്ളത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ആ തഫ്സീറിൽ ഞാൻ എടുത്തു പറയാം. അധർമ്മികളുടെ കയ്യാൽ ക്രൂശിൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഈസ മരിച്ചു എന്ന് മാത്രമല്ല, ഈസ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ഈ സത്യത്തെ ത്യജിക്കുന്ന ആളുകൾ ശരിയായിട്ട് ഒന്ന് പരിശോധിക്കണം. തങ്ങൾ അവലംബിച്ചു പോരുന്ന മാർഗത്തിൽ, തങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന ഏതിലാണ്? അതൊന്ന് പരിശോധിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ താഴോട്ട് പറയാം. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലുള്ള വൈരുദ്ധ്യങ്ങളെയാണ്. അത് ഞാൻ മറുപടി പറയുന്നതായിരിക്കും. എൻ്റെ ചോദ്യകർത്താവ് തന്ന ചോദ്യത്തിൽ അതിനും ചോദ്യമുണ്ട്, അതിന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ലോകചരിത്രത്തിൽ സത്യമായിരിക്കെ അതിനെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം ചരിത്രമോ ശാസ്ത്രമോ ദൈവശാസ്ത്രമോ പഴയ നിയമ തിരുവെഴുത്തുകളോ തുനിയാതിരിക്കെ പിന്നെ എവിടുന്നാണ് ഈ ചോദ്യങ്ങൾ വന്നത്? എന്തുകൊണ്ടിത് വന്നു? അതും നമ്മൾ പരിശോധിക്കണം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നത് നമുക്കറിയാവുന്ന പോലെ ലോകത്തിൻ്റെ മധ്യസ്ഥാനം എന്ന് വിളിക്കപ്പെടാവുന്ന, ലോകത്തിൻ്റെ സെൻട്രൽ പാർട്ട് എന്ന് വിളിക്കപ്പെടാവുന്ന പലസ്തീൻ നാട്ടിലാണ്. യെരുശലേമിൻ്റെ തെരുവിൻ്റെ വീതിയിൽ കൂടിയായിരുന്നു യേശു ക്രൂശിയുമെന്ന് പോയതും
ആ നഗരത്തിൻ്റെ വെളിയിൽ വെച്ചാണ് യേശുവിനെ ക്രൂശിച്ചത്. ഗോൽഗോത്ത എന്ന് പറയുന്ന മലയിലാണ് യേശുവിനെ ക്രൂശിച്ചതെന്നുള്ളത് നമുക്ക് ചരിത്രപരമായിട്ടും വേദപുസ്തകപരമായിട്ടും അറിയാം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നിട്ട് യേശു മരിച്ചിട്ടില്ല, ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന ചരിത്രത്തിൽ ഒരു തെളിവുമില്ല. ശ്രദ്ധിക്കണം, ചരിത്രപരമായിട്ടൊരു തെളിവില്ല. 1-ാം നൂറ്റാണ്ടിലില്ല, 2-ാം നൂറ്റാണ്ടിലില്ല, 3-ാം നൂറ്റാണ്ടിലില്ല, 4-ാം നൂറ്റാണ്ടിലില്ല, 5-ാം നൂറ്റാണ്ടിലില്ല, ചരിത്രപരമായിട്ട് 21-ാം നൂറ്റാണ്ട് വരെയുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ യെരുസലേമിലല്ല, AD 50-ലല്ല, AD 100-ലല്ല, AD 150-ലല്ല, AD 200-ലല്ല, 250-ലല്ല, 300-ലല്ല, 350-ലല്ല, 400-ലല്ല, 450-ലല്ല, 500-ലല്ല, 550-ലല്ല, 600-ാം ആണ്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈസ ക്രൂശിച്ചിട്ടില്ല എന്നാണ് MM അക്ബർ സാഹിബ് പറയുന്നത്. പക്ഷേ റസൂൽ അങ്ങനെ പറഞ്ഞായിട്ട് ഖുറാനിൽ പറയുന്നില്ല. റസൂൽ അങ്ങനെ പറഞ്ഞില്ല. നമുക്ക് റസൂലിൻ്റെ തെളിവുകൾ, റസൂലിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് നോക്കാം. ഈസ ക്രൂശിക്കപ്പെട്ടു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയ വഹയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഈസ ക്രൂശിക്കപ്പെട്ടോ ഇല്ലയോ അത് ചരിത്രത്തിലെ ഒരു സത്യമായിരിക്കില്ല എന്ന് വാദിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ഇസ്ലാം പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ ആരും തന്നെ ഇത്തരം വാദങ്ങളുമായിട്ട് ഒരു വേദികളിലും കയറാറില്ല. സുന്നി പണ്ഡിതന്മാർ കയറാറില്ല. എന്നാൽ അക്ബറിക്കയ്ക്ക് ഈ ഒരു വിഷയം കെട്ടഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അക്ബറിക്ക പറയുന്നതായ ചില വാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉന്നയിക്കുന്ന ചില വാദങ്ങൾ, ചോദ്യകർത്താവ് എഴുതി തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തൽ ഇതാണ്: സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യം. ഒന്നാമത് ബൈബിളിനെതിരെ അവർ പറയാറുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനെതിരെ അവർ പറയാറുള്ള ഒന്നാമത്തെ കാര്യം സാക്ഷിമൊഴികളുടെ വൈരുദ്ധ്യം. ഈ ചോദ്യകർത്താവ് അതേ കാര്യമാണ് അക്ഷരത്തെറ്റുണ്ടെങ്കിലും എഴുതി തന്നിരിക്കുന്നത്. അതിനകത്ത് ഞാനൊന്ന് വിവരിക്കാം. ഉദാഹരണത്തിന്, മുജാഹിദുകളുടെ യോഗങ്ങൾ പനമരത്ത് വെച്ചും അതുപോലെ ശങ്കരംകുളത്ത് വെച്ചും നടന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അധീനതയിലുള്ള മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതേ കാര്യം ചന്ദ്രിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മുജാഹിദുകളുടെ KNM ഔദ്യോഗിക പക്ഷത്തിൻ്റെ മീറ്റിംഗ് ശങ്കരക്കുളത്ത് വെച്ചും അതിൻ്റെ മടവൂരി ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് പനമരത്ത് വെച്ചും നടന്നു. ഇത് വൈരുദ്ധ്യമാകുമോ അതോ ആശയങ്ങളെ കുറച്ചുകൂടെ വിശദമാക്കുന്നതാണോ? നിങ്ങൾ പറയണം. ഒരു കാര്യം 2 പത്രങ്ങളിൽ വരുന്നു. അതിലൊരു പത്ര റിപ്പോർട്ടർ വരുന്നത് മീറ്റിംഗ് നടന്നത് ഇന്നടത്ത് വെച്ചാണ്, ആരുടെ മീറ്റിംഗ് എവിടെ വെച്ച് നടന്നു എന്നുള്ളതായ വ്യക്തത തരുന്നു. പക്ഷേ ഇതിൽ വ്യക്തത തരുന്നതായ ആ റിപ്പോർട്ടിനെ കണ്ടിട്ട് ഇത് തെറ്റാണ്, ഇത് വൈരുദ്ധ്യമാണെന്ന് പറയുകയാണെങ്കിൽ അവരുടെ ബുദ്ധി ആരുടെ ബുദ്ധിയോട് നമ്മൾ തുലനപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ വൈരുദ്ധ്യത്തിൻ്റെ നിർവചനം നമുക്ക് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചോദ്യകർത്താവ് ശ്രദ്ധിക്കണം. വൈരുദ്ധ്യം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നിർവചനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരേ വിഷയത്തിൽ, ഒരേ അർത്ഥത്തിൽ, ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായ വാചകങ്ങളോ ആശയങ്ങളോ പറയുന്നതിനെയാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഒരേ സംഭവത്തിൽ, അത് ഞാൻ പറഞ്ഞുതരാം, ഖുറാനിൽ തന്നെ തെളിയിച്ചു തരാം. ഒരേ വിഷയത്തിൽ, ഒരേ അർത്ഥത്തിൽ, ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായ വാചകങ്ങളോ ആശയങ്ങളോ പറയുന്നതിനെയാണ് വൈരുദ്ധ്യം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ വിവരണങ്ങളിലുള്ള വ്യത്യാസം വൈരുദ്ധ്യമല്ല. ശ്രദ്ധിക്കണം, വിവരണങ്ങളിലെ വ്യത്യാസം വൈരുദ്ധ്യമല്ല. മറിച്ച് ഒരേ കാര്യത്തെക്കുറിച്ച് അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്ന് ഒരേ ആൾ തന്നെ ഒരേ കാര്യത്തെക്കുറിച്ച് പറയുന്നതിനാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ സാഹിബും കൂട്ടരും ഉന്നയിക്കാറുള്ള, ഇവിടെ ചോദ്യകർത്താവ് എഴുതി തന്ന വൈരുദ്ധ്യം അതേപോലെ ഞാൻ പറയുകയാണ്. നിങ്ങൾ എഴുതി തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് പ്രബന്ധത്തിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് മറുപടി പറയാൻ എളുപ്പമായല്ലോ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യത്തിൽ ഈസാ മസീഹിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യഫാസിൻ്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, ശ്രദ്ധിക്കണം, കയ്യഫാസിൻ്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഈസയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നാമതായി കയ്യാഫാവിൻ്റെ അമ്മായിയപ്പൻ ഹന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? ഒന്നുകൂടെ പറയാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 57-ാം വാക്യത്തിൽ ഈസായെ
അറസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യഫാസിന്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുന്നു. ഒന്നാമതെന്ന് അവിടെ പറയുന്നില്ല, കയ്യഫാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഈസയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നാമതായി കയ്യഫാവിന്റെ അമ്മായിയപ്പൻ ഹന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്നാണ് ചോദ്യം. യോഹന്നാൻ സുവിശേഷകൻ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കയ്യഫാസിന്റെ അടുക്കൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ? മറിച്ച് ആദ്യമേ ഹന്നാസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയെന്നാ പറഞ്ഞുള്ളൂ. ഒന്നാമത് ഹന്നാസിന്റെ അടുക്കൽ കൊണ്ടുപോയി. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ തലേ ദിവസമായി പെസഹ പെരുന്നാളിൽ യേശുവും ശിഷ്യന്മാരും കൂടെ പെസഹ ആചരിച്ചതിന് ശേഷം കെദ്രോൻ തോട്ടത്തിലേക്ക് പോയി. അവിടെ കെദ്രോൻ തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ ഗെത്സമന തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പടയാളികളും സേവകന്മാരും മഹാപുരോഹിതന്മാരുടെ അയച്ചതായ ആളുകളൊക്കെ വരുന്നുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നാമതായിട്ട് ആ സംവത്സരത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യഫാവിന്റെ അമ്മായിയപ്പൻ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ റിട്ടയേർഡ് മഹാപുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. റിട്ടയേർഡ് മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. അതിനുശേഷം യേശുവിനെ കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് സന്നദ്ധി സംഘത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് പീലാത്തോസിന്റെ അരമനയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഹെരോദാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. പിന്നീട് വീണ്ടും പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. 6 സ്ഥലങ്ങളിലായി യേശു ക്രിസ്തുവിനെ ന്യായവിസ്താരം നടത്തി. അപ്പൊ മനസ്സിലായല്ലോ എവിടെയാ വൈരുദ്ധ്യം വന്നത്? വായിച്ചതിലുള്ള, മനസ്സിലാക്കിയതിലുള്ള വൈരുദ്ധ്യമാണ്. ഇനിയും അടുത്ത വൈരുദ്ധ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. രണ്ടാമത്തെ ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 65-ഉം 89-ഉം വാക്യങ്ങളിൽ പത്രോസ് ലീഹ യേശുവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂകി എന്ന് പറയുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 66 മുതൽ 72 വരെയുള്ള വാക്യങ്ങളിൽ കോഴി 2 വട്ടം കൂകി എന്ന് പറയുന്നു. ഇതൊരു വൈരുദ്ധ്യമല്ലേ? ശ്രദ്ധിക്കണം. വൈരുദ്ധ്യത്തിന്റെ നിർവചനം കേട്ടവർ, വൈരുദ്ധ്യം എന്താണെന്ന് മനസ്സിലാക്കിയവർ ഒന്നുകൂടെ ആഴമായിട്ട് ചിന്തിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിന് എതിരായിട്ടൊന്നും തന്നെ മാർക്കോസിന്റെ സുവിശേഷം 14-ന്റെ 66 പറഞ്ഞിട്ടില്ല. കോഴി എത്ര വട്ടം കൂകി എന്നുള്ള വിവരണത്തിലെ ഒരു വിശകലനം, അല്ലെങ്കിൽ വിവരണത്തിലെ കുറച്ചും കൂടെ വിശദാംശങ്ങളാണ് മർക്കോസോ മത്തായിയോ ഒക്കെ തരുന്നത്. അപ്പൊ കോഴി കൂകി എന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ എത്ര വട്ടം കോഴി കൂകി എന്നുള്ളത് ഒരു സുവിശേഷൻ കുറച്ചുകൂടെ വ്യക്തത തന്നുകൊണ്ട് മറ്റൊരു സുവിശേഷൻ ആ കോഴി കൂകിയ സംഭവത്തെ മാത്രം വിവരിക്കുന്നു. അത് വൈരുദ്ധ്യമാണോ അതോ വിശദാംശങ്ങളിലെ വിവരണങ്ങളിലെ വ്യത്യാസമാണോ? ശ്രദ്ധിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ അവരുടെ ചോദ്യം, യേശു ക്രിസ്തു, അത് ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിലുണ്ട്, യേശു ക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന് 45 മുതൽ 59 വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കി തിരുമൊഴി അവസാനമായിട്ട് കർത്താവ് പറയുന്നത് ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ളതാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കർത്താവ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ ചോദിച്ചതായിട്ട് എഴുതിയിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ സുവിശേഷം പറയുന്നത് എല്ലാം നിവൃത്തിയായി എന്ന്. ലൂക്കോസ് പറയുന്നത് പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഇതൊരു വൈരുദ്ധ്യമല്ലേ? യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴികൾ പറഞ്ഞു. ആ ഒരൊറ്റ മൊഴി പോലും വൈരുദ്ധ്യമായിട്ടല്ല. ഒരു സുവിശേഷകൻ ഒരു കാര്യം കേട്ടത് എഴുതുകയും മറ്റൊരു സുവിശേഷകൻ മറ്റൊരു കാര്യം സ്പെസിഫൈ ചെയ്ത് അതിൻ്റെ പ്രത്യേക ആശയത്തോടുകൂടെ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി എഴുതുകയും ചെയ്തത് വിവരണങ്ങളിലെ വ്യത്യാസമാണ്, അല്ലാതെ വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യത്തിൻ്റെ നിർവചനം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വൈരുദ്ധ്യമാകണമായിരുന്നെങ്കിൽ യോഹന്നാൻ പറയണമായിരുന്നു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞേ ഇല്ലായിരുന്നു എന്ന്. അങ്ങനെ പറയായിരുന്നെങ്കിൽ എന്തായനേയും അതിനെ വൈരുദ്ധ്യമെന്ന് നമുക്ക് വിളിക്കാമായിരുന്നു. അപ്പം ഈ വിവരണങ്ങളിലെ വ്യത്യാസങ്ങളെ എടുത്തിട്ട് വൈരുദ്ധ്യമാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നിയമപണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഇപ്പം നമ്മൾ ഒരു വാദം ഉണ്ടായി, അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി.
അപ്പോൾ നമ്മളൊരു കോടതിയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എന്താ മാനദണ്ഡം അത് നിശ്ചയിക്കാനായിട്ട്? ആ മാനദണ്ഡം ആരിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ലോകപ്രസിദ്ധനായ നിയമപണ്ഡിതൻ, ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ നിയമവിദ്യാലയത്തിൻ്റെ സ്ഥാപകനായിരുന്ന പ്രൊഫസർ സൈമൺ ഗ്രീൻലീഫ്, അദ്ദേഹത്തെ പോലെ ലോകത്തിലൊരു നിയമപണ്ഡിതനില്ല. ഇന്നും അനേക നിയമജ്ഞന്മാർ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ആരായണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് പരിശോധിക്കുന്നത്. അത്രമാത്രം പ്രഗത്ഭനായിരിക്കുന്ന ആ സൈമൺ ഗ്രീൻലീഫ്, അദ്ദേഹം എ ട്രീറ്റീസ് ഓൺ ദ ലോ ഓഫ് എവിഡൻസ് എന്ന പുസ്തകത്തിൽ, ഇന്നും ആ പുസ്തകം വളരെ വിലപിടിപ്പുള്ള പുസ്തകമാണ്, നിയമപണ്ഡിതന്മാരെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരു ആധികാരികമായിട്ട് അതിനെ എഴുതിയിട്ട് അദ്ദേഹം ഇഞ്ചിയിലെ 4 സുവിശേഷങ്ങളെ ആ നിയമത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു, പരിശോധിക്കാൻ ശ്രമിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം നിയമത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷങ്ങളെ ആരാഞ്ഞ് പരിശോധിച്ചതിന് ശേഷം പ്രഖ്യാപിച്ചു, സാക്ഷിമൊഴികളിൽ വ്യത്യാസം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നുള്ള ഞാൻ പറയാം. സാക്ഷിമൊഴികളിൽ വ്യത്യാസം ആവശ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാക്ഷിമൊഴികൾ 4 പേര് ഒരു കാര്യത്തെ വീക്ഷിക്കുന്നത്, വിവരിക്കുമ്പോൾ, പറയുമ്പോൾ 4 തരത്തിലായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ നടന്നായ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ എൻ്റെ സ്നേഹിതന്മാരായ ആളുകൾ കാണുമ്പോൾ അവർ വീക്ഷിക്കുന്നത് ഒരു വിധത്തിലായിരിക്കും. സുന്നി പണ്ഡിതന്മാർ ഇതിനെ മറ്റൊരു വിധത്തിലായിരിക്കും വീക്ഷിക്കുന്നത്. മുജാഹിദുകാരിൽ KNM കാണുന്നത് ഒരു രീതിയിലായിരിക്കാം, മടപൂരി വിഭാഗം കാണുന്നത് മറ്റൊരു വിധത്തിലായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ വ്യത്യാസമായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ സാക്ഷി മൊഴികളിലെ വ്യത്യാസം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? 3 മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കണം. 3 മാനദണ്ഡങ്ങളാണ് അതിന് വ്യത്യാസം. 1, വിദ്യാഭ്യാസം. സാക്ഷി പറയുന്ന ആളുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളുടെ വ്യത്യാസങ്ങളുണ്ടാകും. 2, വ്യക്തിത്വം. ആ വ്യക്തി, അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്. 3, വീക്ഷണം, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന കാഴ്ചയ്ക്കനുസരിച്ച്. ഇങ്ങനെ വിദ്യാഭ്യാസ വ്യക്തിത്വ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴികളിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കണം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, സാക്ഷിമൊഴികളിൽ ഈ 3 മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങളില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ആ സാക്ഷിമൊഴിയെ തള്ളിക്കളയും. കാരണം എന്താ? ഗൂഢാലോചന നടത്തിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇജവിടെ പോയപ്പോൾ എന്തേടെ കണ്ടത് എന്ന് കോടതി ചോദിച്ചാൽ തത്തമേ പൂച്ച പൂച്ച, രണ്ടാമത്തോനും വന്ന് തത്തമേ പൂച്ച പൂച്ച, മൂന്നാമത്തോനും വന്ന് തത്തമേ പൂച്ച പൂച്ച. ഇങ്ങനെ പറഞ്ഞാൽ കോടതി പറയും ഇവർ ഒത്തിട്ട് വന്നതാണ്, അതുകൊണ്ട് ഈ സാക്ഷിമൊഴികൾ അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് ഓർക്കുക, അടിസ്ഥാനപരമായ ഐക്യതയും ഉപരിതലത്തിലുള്ള വ്യത്യാസങ്ങളും കോടതി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വീക്ഷണം, അവരുടെ വ്യക്തിത്വം, ഇത് 3ഉം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ പറയാം. ഒരു അപകടം നടന്നാൽ, ഒരു റോഡ് ആക്സിഡന്റ് നടന്നു, ആ റോഡ് ആക്സിഡന്റ് കാണുന്ന ഒരു ഡോക്ടർ അവിടെ സംഭവിച്ചതായ കാര്യത്തിൽ പരിക്കേറ്റ ആളുകളെയാണ് ആദ്യം പോയി നോക്കുക. ആ ആളുകൾക്ക് എങ്ങനെയാണ് മുറിവേറ്റത്, ഏത് തരത്തിലുള്ള മുറിവാണ്. ഒരു പത്രറിപ്പോർട്ടർ ആ അപകടത്തെ കണ്ടാൽ, ഒരേ സ്പോട്ടിൽ വെച്ച് സംഭവിക്കുന്ന കാര്യത്തെ കണ്ടാൽ, പത്രറിപ്പോർട്ടർ അദ്ദേഹത്തിനൊരു വാർത്ത ചമയ്ക്കാൻ വേണ്ടി എന്തെല്ലാം കിട്ടുമോ ആധികാരികമായിട്ട് അദ്ദേഹം അതെല്ലാം എഴുതും. സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ കണ്ടാലോ, പഠിച്ചോനെ ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ആളുകളെ വിളിച്ചു കൂട്ടാൻ ശ്രമിക്കും. അപ്പം ആളുകൾ ഒരേ കാര്യം, ഒരേ സംഭവത്തെ വ്യത്യസ്തമായിട്ടാണ് കാണുകയും അതിനോട് അപ്രോച്ച് ചെയ്യുകയും അതിനോട് സമീപിക്കുകയും ചെയ്യുന്നത്. അത് വൈരുദ്ധ്യമാണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. വൈരുദ്ധ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ സാക്ഷിമൊഴികളുടെ വൈരുദ്ധ്യം എന്നുള്ള വാദം നമുക്ക് തള്ളിക്കളയാം.